ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് പോവാണ് ഞാൻ. ലേക്കുട്ടാ, ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എന്താ പ്രശ്നം? എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇടാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇടിപ്പിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാശികളൊക്കെ ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ വാശിക്ക് ഞാൻ അങ്ങനെ ചെവി കൊടുക്കാറില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോറിയും വീഡിയോസും ഒന്നും കാണാത്തതുകൊണ്ട് ഒത്തിരി ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയി, ഇവിടെയൊന്നും ഇല്ലേന്ന്. കുറച്ച് ദിവസങ്ങളായിട്ട് ഷൂട്ടിങ്ങും ഷോപ്പിങ്ങും പാക്കിങ്ങും ഒക്കെ ആയിട്ട് ടോട്ടലി ബിസിയായിരുന്നു. പിന്നെ അക്കയുടെ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി എല്ലാവരും ഞാൻ ലണ്ടനിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല ഉറങ്ങാൻ പോലും. അപ്പോൾ ദേ ഇന്ന് ഞാനും ലെവിക്കൊണ്ടും മാത്രമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് M&Sലേക്ക്. ലെവിയുടെ മിക്ക ഔട്ട്ഫിറ്റും ഞാൻ മേടിക്കുന്നത് M&S അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി അവന് ഫുഡ് അലർജിയും കാര്യങ്ങളുണ്ട്. ചില സമയങ്ങളിൽ സ്കിൻ അലർജിയും കാണിക്കാറുണ്ട്. പണ്ട് ഞാൻ ഡയപ്പർ ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എല്ലാം തന്നെ എല്ലായിടത്തും നിന്നും ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു, നെക്സ്റ്റിലെ M&Sലെ ഡ്രസ്സാണ് കംഫർട്ടബിൾ ആണ്, ഇച്ചിങ്ങും അതുപോലെ തന്നെ ഇറിറ്റേഷനും ഒന്നും തന്നെ ഇല്ല. മിക്ക ഡ്രസ്സും പിന്നെ അവിടുത്തെ നല്ല കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമ്മറിനും അതുപോലെ ദുബായി ചെന്നാലും അത് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞത് 1 വീക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അവൻ കഴിക്കുന്ന ഗാർലിക് ബ്രെഡും അതുപോലെ തന്നെ സ്പെഗറ്റിയും കാര്യങ്ങളൊക്കെ M&S മേടിച്ചു. ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ കിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ട്രിപ്പ് മൊത്തത്തിൽ കുളവാകും. കുറച്ച് വെയിറ്റ് ആണെങ്കിലും കുഞ്ഞ് കഴിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവനും ഹാപ്പിയാവും, നമുക്ക് ആ ട്രിപ്പ് എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ ലെവിക്കുട്ടൻ കഴിക്കുന്ന ഒരേ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓറഞ്ചാണ് കേട്ടോ. അത് M&Sലെ മാത്രമേ കഴിക്കുള്ളൂ, 1.50 ബാക്കിയുള്ളിടത്തെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അവൻ കഴിക്കാറില്ല. അതുപോലെ തന്നെ സ്പെഗറ്റി ആയാലും ക്രൊസൻ്റ് ആണെങ്കിലും M&Sലാണെങ്കിലും അവന് കംഫർട്ടബിൾ ആണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം നമ്മൾ ഷോപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ക്ലോത്തിങ് സെഷനിലേക്ക് വന്നത്. പിന്നെ ഈ ഒരു ട്രിപ്പിൽ ഞാനും അച്ഛനും ലെവിക്കൊണ്ടും മാത്രമല്ല മമ്മിയും ഡാഡിയും അക്കയും റീച്ചാനും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ. അവരുടെ വെക്കേഷൻ ആണല്ലോ, ഓഗസ്റ്റ് എൻഡോട് കൂടിയ സ്കൂൾ തുറക്കുള്ളൂ. കഴിഞ്ഞ ഒക്ടോബറിലെ വെക്കേഷന് 2 ആഴ്ച ദുബായ് വന്ന് നിന്നപ്പോഴേ നമ്മൾ പ്ലാൻ ഇട്ട ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പോകുന്ന സ്ഥലത്ത് നല്ല ബീച്ചും അതുപോലെ തന്നെ നല്ല വെതർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്വിം സ്യൂട്ടും അതുപോലെ സമ്മർ വെയറും കൂടെ മേടിക്കാനുണ്ട്. ഇന്നത്തെ ഷോപ്പിങ്ങിന് അപ്പനും മോനും മാത്രമേ സാധനങ്ങൾ മേടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചുമണിക്ക് 2 ഡ്രസ്സും എല്ലാം കഴിഞ്ഞ് കറങ്ങി ബില്ലടയ്ക്കാൻ പോയപ്പോൾ ബേക്കറിയിൽ നിന്നൊരു വിളി, ആൽമണ്ട് ക്രസൻ്റ് റെഡി ആയിട്ടുണ്ട്. കേൾക്കേണ്ട താമസം ഞാനും ലെവിക്കുണ്ടും കൂടെ ഓടിച്ചെന്ത് 2 ചൂടുള്ള ആൽമണ്ട് ക്രസൻ്റ് ബാക്ക് ചെയ്തു. ലെവിക്കുണ്ടിന് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ ഡോണറ്റ്. അതും ആ പിങ്ക് കളറുള്ള സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ള സംഭവമില്ലേ, അത് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് വണ്ടിയിലിരുന്നതിന് 3/4 കഴിച്ചു. ഞാൻ പിന്നെ ഒരു 10 മിനിറ്റോടുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അവൻ ഛർദ്ദിക്കോ ഇല്ലേന്ന്. പക്ഷെ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് പാലും കൂടെ കുടിച്ച് ആൾ ഉഷാറായി. നേരെ പിന്നെ ഞങ്ങൾ ക്രോഡിനുള്ള കേരള കടയിലേക്കാണ് ഗ്രോസറി മേടിക്കാൻ. അവിടുന്ന് അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിച്ച് പെട്രോളും അടിച്ച് നേരത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മയുടെ മോൻ്റെ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് റീലിൽ കാണാം. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.